ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും HSC ഇംഗ്ലീഷ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബയോഗ്രാഫിയ ലിറ്റററിയ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ HSCയിലേക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിന് മുൻപ് ഒരു കുഞ്ഞു കാര്യം ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേറൊരു ചാനലിൻ്റെ ഒരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് വാച്ച് ചെയ്യുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബയോഗ്രാഫിയ ലിറ്റററിയ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ എത്രയാണ്? 1817 ആണ് കേട്ടോ. ബയോഗ്രാഫിയ ലിറ്റററിയ പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1817 ആണ്. ഓർത്തിരിക്കുക, മറക്കേണ്ട. ഓക്കെ, ബയോഗ്രാഫിയ ലിറ്റററിയ. ഓക്കെ, 1817. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പബ്ലിഷിംഗ് ഡേറ്റ്, ചില വർക്കുകളുടെ പബ്ലിഷിംഗ് ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എലമെൻറ്റ്സ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു കോളറിഡ്ജ്. കോളറിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് എലമെൻറ്റ്സ് ഓഫ് പോയട്രി? എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് പോയട്രി എന്ന് നമുക്ക് നോക്കാം. ആൻസർ ഇതാണ്: സൗണ്ട്, മീറ്റർ, ഇമോഷണൽ ഇഫക്റ്റ് ആൻഡ് പ്ലെഷർ ആണ് കേട്ടോ. ഇമോഷൻ അല്ലേ, ഇമോഷണൽ ഇഫക്റ്റ്. അപ്പോൾ ഒരു ഇമോഷനാണല്ലോ പ്ലെഷർ അല്ലേ. ഇമോഷണൽ ഇഫക്റ്റ്, പിന്നെ പ്ലെഷർ ഉണ്ട്, പിന്നെ മീറ്റർ ഉണ്ട്, സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ട്, ചോദ്യം ഇതാണ്: എലമെൻറ്റ്സ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു കോളറിഡ്ജ് എന്ന് വെച്ചാൽ ആൻസർ ഇതാണ്: സൗണ്ട് ഉണ്ട്, മീറ്റർ ഉണ്ട്, ഇമോഷണൽ ഇഫക്റ്റ് ഉണ്ട്, പ്ലെഷർ ഉണ്ട് കേട്ടോ. ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 types ഓഫ് ഇമാജിനേഷൻ. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ഇമാജിനേഷൻ? ഫസ്റ്റ് വൺ പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഇമാജിനേഷൻ. പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് സെക്കൻഡറി ഇമാജിനേഷൻ. വീണ്ടും ആദ്യത്തിലേക്കൊന്ന് പോകാം. ബയോഗ്രാഫിയ ലിറ്റററിയ പബ്ലിഷ് ചെയ്ത ഇയർ 1817 ആണെന്ന് ഓർത്തിരിക്കുക. എലമെൻറ്റ്സ് ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു കോളറിഡ്ജ് എന്ന് ചോദിക്കുമ്പോൾ സൗണ്ട്, മീറ്റർ, ഇമോഷണൽ ഇഫക്റ്റ് ആൻഡ് പ്ലെഷർ ആണെന്ന് ഓർത്തിരിക്കുക. തേർഡ് വൺ 2 types ഓഫ് ഇമാജിനേഷൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇമാജിനേഷൻ പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് സെക്കൻഡറി ഇമാജിനേഷൻ ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കോളറിഡ്ജ് വാസ് ദ മെമ്പർ ഓഫ് ഡാഷ് പോയറ്റ്സ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യനാണ്. ലേക്ക് പോയറ്റ്സ് ആണ് കേട്ടോ. കോളറിഡ്ജ് വാസ് ദ മെമ്പർ ഓഫ് ഡാഷ് പോയറ്റ്സ് എന്ന് പറയുമ്പോൾ ലേക്ക് പോയറ്റ്സ് ആണ് ഓർത്തിരിക്കുക. കോളറിഡ്ജ് വാസ് ദ മെമ്പർ ഓഫ് ലേക്ക് പോയറ്റ്സ് ആണ് ഓർത്തിരിക്കുക, പ്രത്യേകം ഓർത്തിരിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ഇൻഫീരിയർ ടു ഇമാജിനേഷൻ. എന്താണ് ഡാഷ് ഈസ് ഇൻഫീരിയർ ടു ഇമാജിനേഷൻ? എന്താണ് ഇൻഫീരിയർ? എന്താണ്? ഫാൻസി ഈസ് ഇൻഫീരിയർ ടു ഇമാജിനേഷൻ. ഫാൻസി ഈസ് ഇൻഫീരിയർ ടു ഇമാജിനേഷൻ. നമുക്കൊന്നുകൂടി മുകളിലേക്ക് പോകാം. വർക്ക് പബ്ലിഷ് ചെയ്ത വർഷം 1817 ആണ്. കോളറിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ എലമെൻറ്റ്സ് ഓഫ് പോയട്രി എന്ന് വെച്ചാൽ എന്തൊക്കെയായിരുന്നു? സൗണ്ട് ഉണ്ട്, മീറ്റർ ഉണ്ട്, ഇമോഷണൽ ഇഫക്റ്റ് ഉണ്ട് ആൻഡ് പ്ലെഷർ ഉണ്ട്. ഓക്കെ, ഇനി എത്ര തരത്തിലുള്ള ഇമാജിനേഷനാണ്? 2 types ഓഫ് ഇമാജിനേഷനാണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൈമറി ഇമാജിനേഷൻ ആൻഡ് സെക്കൻഡറി ഇമാജിനേഷൻ. ഇനി അടുത്തത് കോളറിഡ്ജ് വാസ് ദ മെമ്പർ ഓഫ് ഡാഷ് പോയറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ ലേക്ക് പോയറ്റ്സ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ഡാഷ് ഈസ് ഇൻഫീരിയർ ടു ഇമാജിനേഷൻ. എന്താണ്? ഫാൻസി ഈസ് ഇൻഫീരിയർ ടു ഇമാജിനേഷൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബയോഗ്രാഫിയ ലിറ്റററിയ ഈസ് എ ഡാഷ് ഓട്ടോബയോഗ്രഫി. എന്ത് തരം ഓട്ടോബയോഗ്രഫിയാണ് ബയോഗ്രാഫിയ ലിറ്റററിയ? ഇറ്റ്സ് എ ക്രിറ്റിക്കൽ autobiography. Biographia literaria is a dash autobiography. Critical autobiography ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ബയോഗ്രാഫിയ ലിറ്റററിയ is a dash autobiography. ക്രിറ്റിക്കൽ ഓട്ടോബയോഗ്രഫി ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ: the immediate object of poetry is, or immediate റിസൾട്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദ പോയട്രി ഇസ് പ്ലെഷർ ആണ്. പ്ലെഷർ, ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദ പോയട്രി ഇസ് പ്ലെഷർ ആണ് ഓർത്തിരിക്കുക. ബയോഗ്രഫിയ ലിറ്റററി എങ്ങനെയുള്ള ഓട്ടോബയോഗ്രഫിയാണ്? ക്രിറ്റിക്കൽ ഓട്ടോബയോഗ്രഫിയാണ്. അതേപോലെ തന്നെ പോയട്രിയുടെ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്?
പ്ലെഷറാണ്, ഓർത്തിരിക്കുക. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ബയോഗ്രഫിയ ലിറ്റററിയ. വീണ്ടും വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കടന്നു വരുന്നത്. നമുക്കറിയാം, നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഓരോ ക്വസ്റ്റ്യനും കണ്ടുപോകുക കേട്ടോ. ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ബയോഗ്രഫിയ ലിറ്റററിയ എന്ന് ചോദിക്കുമ്പോൾ 24 ചാപ്റ്റേഴ്സ് ആണ്. അതിലെങ്ങനെ വീണ്ടും നമുക്കതിന് മൈന്യൂട്ടായിട്ടൊന്ന് കൂടി നോക്കുകയാണെങ്കിൽ 23 ചാപ്റ്റേഴ്സ് ആൻഡ് കൺക്ലൂഷൻ ആണ് കേട്ടോ. ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദർ ഇൻ ബയോഗ്രഫിയ ലിറ്റററിയ എന്ന് ചോദിച്ചാൽ ആൻസർ 24 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ തന്നെ 23 ചാപ്റ്റേഴ്സും പ്ലസ് കൺക്ലൂഷനും ആണെന്ന് ഓർത്തിരിക്കുക. ഇനി 9th വൺ, ദ വർക്കിംഗ് ടൈറ്റിൽ ഓഫ് ബയോഗ്രഫിയ ലിറ്റററിയ. അല്ലേ, വളരെ റയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? ഓട്ടോബയോഗ്രാഫിയ ലിറ്റററിയ. ഓക്കെ, നമ്മുടെ വർക്കിൻ്റെ നമ്മളിപ്പോൾ അറിയപ്പെടുന്ന നെയിം എന്താ? ബയോഗ്രാഫിയ ലിറ്റററിയ ആണ്. ദ വർക്കിംഗ് ടൈറ്റിൽ ഓഫ് ബയോഗ്രാഫിയ ലിറ്റററിയ എന്ന് പറഞ്ഞാൽ ഓട്ടോബയോഗ്രാഫിയ ലിറ്റററിയ. ഓട്ടോബയോഗ്രാഫിയ ലിറ്റററിയ. ദ വർക്കിംഗ് ടൈറ്റിൽ ഓഫ് ബയോഗ്രാഫിയ ലിറ്റററിയ എന്ന് വെച്ചാൽ ഓട്ടോബയോഗ്രാഫിയ ലിറ്റററിയ. ഓക്കെ, ഓട്ടോബയോഗ്രാഫിയ ലിറ്റററിയ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വാസ് നോൺ ആസ് ദ സേജ് ഓഫ് ഹൈഗേറ്റ്. ഹൂ വാസ് നോൺ ആസ് ദ സേജ് ഓഫ് ഹൈഗേറ്റ്. ആരാണ്? കോളറിഡ്ജ് ആണ്. ഹൂ വാസ് നോൺ ആസ് ദ സേജ് ഓഫ് ഹൈഗേറ്റ് എന്ന് ചോദിച്ചാൽ കോളറിഡ്ജ് ആണ്, ഓർത്തിരിക്കുക. ഹൂ വാസ് നോൺ ആസ് ദ സേജ് ഓഫ് ഹൈഗേറ്റ് എന്ന് വെച്ചാൽ ആൻസർ ആരാണ്? നമ്മുടെ കോളറിഡ്ജ് ആണ് കേട്ടോ. ഹു വാസ് നോൺ ആസ് ദ സേജ് ഓഫ് ഹൈഗേറ്റ് എന്ന് വെച്ചാൽ കോളറിഡ്ജ് ആണ്, ഓർത്തിരിക്കുക. ഹു വാസ് നോൺ ആസ് ദ സേജ് ഓഫ് ഹൈഗേറ്റ്. സേജ് ഓഫ് ഹൈഗേറ്റ് എന്ന് വെച്ചാൽ ആൻസർ ആരാണ്? കോളറിഡ്ജ് ആണ് കേട്ടോ. 11ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ലേക്ക് പോയറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോളറിഡ്ജ് ഏത് വിഭാഗത്തിൽ പെടുന്ന ആളാണെന്ന്. ലേക്ക് പോയറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ലേക്ക് പോയറ്റ്സ് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? വേർഡ്സ്വർത്ത് ഉണ്ട്, കോളറിഡ്ജ് ഉണ്ട്, സദേ ഉണ്ട് കേട്ടോ. വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, സദേ ലേക്ക് പോയറ്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയറ്റ്സ് ആണ് അവർ. ലേക്ക് പോയറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോളറിഡ്ജ് ഫോക്കസസ് ഓൺ ദ supernatural. Coleridge focuses on the supernatural and Wordsworth focused on the നോർമൽ ആൻഡ് ഓർഡിനറി. നമുക്കവിടെ ഒരു ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്, പെട്ടെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ അങ്ങനെ പോയതാണ്. കോളറിഡ്ജ് ഫോക്കസ്ഡ് ഓൺ ദ കേട്ടോ, ഫോക്കസ്ഡ് ആണ്, ഫോക്കസ്ഡ് ഓൺ ദ സൂപ്പർ നാച്ചുറൽ ആൻഡ് വേർഡ്സ്വർത്ത് ഫോക്കസ്ഡ് ഓൺ ദ നോർമൽ ആൻഡ് ഓർഡിനറി. ആൻസർ എന്താണ്? ആ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറും വന്നു പോയിട്ടുണ്ട് കേട്ടോ, ടൈപ്പിംഗ് എററായിട്ട് അവിടെ വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. കോളറിഡ്ജ് ഫോക്കസ്ഡ് ഓൺ ദ സൂപ്പർ നാച്ചുറൽ ആൻഡ് വേർഡ്സ്വർത്ത് ഫോക്കസ്ഡ് ഓൺ ദ നോർമൽ ആൻഡ് ഓർഡിനറി. കോളറിഡ്ജിന് നമുക്കറിയാം, നമ്മുടെ കുബ്ലാഖാനൊക്കെ ഓർത്താൽ മതി, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആണ് അല്ലേ. വേർഡ്സ്വർത്ത് ആണെങ്കിൽ നമ്മുടെ ഡാഫോഡിൽസ് പോലെയുള്ള പോംസ് എഴുതിയിട്ടുള്ളതാണ്, അപ്പോൾ അതും ഓർത്തിരിക്കുക. വേർഡ്സ്വർത്ത് ആണെങ്കിൽ നോർമൽ ആൻഡ് ഓർഡിനറി ആണെങ്കിൽ കോളറിഡ്ജ് എന്താണ്? സൂപ്പർ നാച്ചുറൽ ആണ്. ഇത്ര മാത്രം ഞാനതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, പക്ഷേ നമ്മളെ ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ മിസ്റ്റേക്സ് അതിൽ കാണുന്നുണ്ട്, അത് ക്ഷമിക്കാം. ഓക്കെ, ഇനി 13th ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാർട്ട് ഓഫ് ബയോഗ്രഫിയ ലിറ്റററിയ ഈസ് കംപ്ലീറ്റഡ് ഇൻ. എപ്പോഴാണ്? 1815 ജൂലൈ. അപ്പോൾ ബയോഗ്രഫിയ ലിറ്റററിയുടെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തത് 1815 ജൂലൈയിലാണ്. പബ്ലിഷ് ചെയ്ത വർഷം 1817 ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പബ്ലിഷ് ചെയ്ത വർഷം 1815 ജൂലൈ ആണ്. പബ്ലിഷ് അല്ല, നോട്ട് കംപ്ലീറ്റഡ്. ഓക്കെ, കംപ്ലീറ്റഡ് ഇൻ ദ ഇയർ 1815 ജൂലൈ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ കോൾസ് കോളറിഡ്ജ് ആസ് ഫൗണ്ടിങ് ഫാദർ ഓഫ് ഓൾ മോഡേൺ ക്രിറ്റിസിസം. ഹൂ കോൾസ് കോളറിഡ്ജ് ആസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഓൾ മോഡേൺ ക്രിറ്റിസിസം. എല്ലാ മോഡേൺ ക്രിറ്റിസിസത്തിൻ്റെയും ഫൗണ്ടിങ് ഫാദർ എന്ന് പറയുന്ന ആരാണ്?
കോളറിഡ്ജ് ആണ്. ഇങ്ങനെ പറഞ്ഞതാരാ? ഐ.എ. റിച്ചാർഡ്സ് ആണ് കേട്ടോ. ഹൂ കോൾസ് കോളറിഡ്ജ് ആസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഓൾ മോഡേൺ ക്രിറ്റിസിസം? ആൻസർ ഐ.എ. റിച്ചാർഡ്സ് ആണ്. ഐ.എ. റിച്ചാർഡ്സ് ആണ് ഇങ്ങനെ പറഞ്ഞത്. കോളറിഡ്ജിനെ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഓൾ മോഡേൺ ക്രിറ്റിസിസം എന്ന് പറഞ്ഞത് ഐ.എ. റിച്ചാർഡ്സ് ആണ് കേട്ടോ. കോളറിഡ്ജിനെ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഓൾ മോഡേൺ ക്രിറ്റിസിസം എന്ന് പറഞ്ഞത് ഐ.എ. റിച്ചാർഡ്സ് ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, കോളറിഡ്ജസ് മാഗ്നം ഓപ്പസ്. കോളറിഡ്ജസ് മാഗ്നം ഓപ്പസ് ഏതാണ്? ബയോഗ്രഫിയ ലിറ്റററിയ അല്ലേ, മാസ്റ്റർ പീസ് ആണ്. മാഗ്നം ഓപ്പസ് മാസ്റ്റർ പീസ്. അത് ചിലപ്പോൾ നമുക്ക് എന്താണ് പിന്നെ ഫ്രേസൽ വെർബൊക്കെ ആയിട്ട് ചോദിക്കും കേട്ടോ. മാഗ്നം ഓപ്പസ് മാസ്റ്റർ പീസാണ്. കോളറിഡ്ജസ് ഫ്രേസൽ വെർബല്ല, നമ്മുടെ ഫോറിൻ വേർഡ്സിലൊക്കെ ചോദിക്കാം. ഓക്കെ, കോളറിഡ്ജസ് മാഗ്നം ഓപ്പസ് മാസ്റ്റർ പീസാണ്. ബയോഗ്രഫിയ ലിറ്റററിയ തന്നെയാണ് കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ടു കോളറിഡ്ജ് ദ ട്രൂ പോയറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. കോളറിഡ്ജിൻ്റെ അഭിപ്രായത്തിൽ ട്രൂ പോയറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പോയറ്റിക് ജീനിയസ്. ടു കോളറിഡ്ജ് ദ ട്രൂ പോയറ്റിക് ജീനിയസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അതായത് ദ ട്രൂ പോയറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പോയറ്റിക് ജീനിയസ് ആണ് വേണ്ടത്. ഒരു ട്രൂ പോയറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് അദ്ദേഹത്തിന് പോയറ്റിക് ജീനിയസ് വേണം. ടു കോളറിഡ്ജ് ദ ട്രൂ പോയറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പോയറ്റിക് ജീനിയസ് ആണ്. പോയറ്റിക് ജീനിയസ് ആണ്. ട്രൂ പോയറ്റിനുണ്ടായിരിക്കേണ്ട ഒരു ഗുണം പോയറ്റിക് ജീനിയസ് ആണെന്ന് കോളറിഡ്ജ് പറയുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, റീഡിങ് ഓഫ് എ പോയം ഈസ് കമ്പയർഡ് ടു വാട്ട്? റീഡിങ് ഓഫ് എ പോയം ഈസ് കമ്പയർഡ് ടു, അല്ലേ, പോയമിനെ വായിക്കുക എന്നുള്ളത്. എനിക്ക് റീഡിങ് ഓഫ് എ പോയം ഈസ് കമ്പയർഡ് ടു വാട്ട്? എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? മോഷൻ ഓഫ് സെർപ്പൻറ്റ്, ദ പാത്ത് ഓഫ് സൗണ്ട് ത്രൂ എയർ. മോഷൻ ഓഫ് സെർപ്പൻറ്റ്, the path of sound through air. Reading of a poem is compared to what? The motion of a serpent, path of sound through air. Motion of serpent, the path of sound through air. Reading of a poem is compared to what? Motion of a poet and the path of sound through air. Motion of a serpent, motion of serpent, the path of sound, motion of serpent, motion of serpent, path of sound through air. 18ാമത്തെ ക്വസ്റ്റ്യൻ, കോളറിഡ്ജ് ഡിസ്ക്രൈബ്സ് primary imagination as dash mysterious power. കോളറിഡ്ജ് ഡിസ്ക്രൈബ്സ് പ്രൈമറി ഇമാജിനേഷൻ ആസ് എന്താണ്? മിസ്റ്റീരിയസ് പവർ. കോളറിഡ്ജ് പ്രൈമറി ഇമാജിനേഷനെ പറയുന്നത് എന്താണ്? മിസ്റ്റീരിയസ് പവറാണ്. മിസ്റ്റീരിയസ് പവർ. പ്രൈമറി ഇമാജിനേഷൻ ഈസ് മിസ്റ്റീരിയസ് പവർ. കോളറിഡ്ജ് ഡിസ്ക്രൈബ്സ് പ്രൈമറി ഇമാജിനേഷൻ ടു അല്ലെങ്കിൽ ആസ് മിസ്റ്റീരിയസ് പവറായിട്ടാണ് അദ്ദേഹം കോളറിഡ്ജിൻ്റെ പ്രൈമറി ഇമാജിനേഷനെ പറയുന്നത്. ഓക്കെ, കോളറിഡ്ജ് ഡിസ്ക്രൈബ്സ് പ്രൈമറി ഇമാജിനേഷൻ ആസ് മിസ്റ്റീരിയസ് പവർ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ബയോഗ്രാഫിയ ലിറ്റററിയ ബീയിങ് എ റിപ്ലൈ ടു. ബയോഗ്രാഫിയ ലിറ്റററിയ ബീയിങ് റിപ്ലൈ ടു വേർഡ്സ്വർത്ത്സ് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്. വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സിനോടുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് കോളറിഡ്ജ് ബയോഗ്രാഫിയ ലിറ്റററിയ പബ്ലിഷ് ചെയ്യുന്നത്. വേർഡ്സ്വർത്ത് preface to lyrical ballads. Biographia literaria being a reply to Wordsworth's preface to lyrical ballads. ഓക്കെ, ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് വാസ് കോയിൻഡ് ഇൻ ദ ഇയർ 1817. ഓക്കെ, വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് കോയിൻ ചെയ്ത് കോളറിഡ്ജ് ആണ്. വർഷം ഏതാണ്? 1817 ആണ് കേട്ടോ. നമ്മുടെ ബയോഗ്രഫിയ ലിറ്റററി പബ്ലിഷ് ചെയ്തല്ലോ, അതിന് സെയിം തന്നെ. ദ ടേം വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് വാസ് കോയിൻഡ് ഇൻ ദ ഇയർ 1817. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ മേജർ ഏരിയ ഓഫ് ഡിസ്അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ കോളറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത്. ബിറ്റ്വീൻ ആണ് കേട്ടോ. ചിന്തിക്കുക, ടൈപ്പിംഗ് എറർ വന്നതാണ്. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, അറിയുന്നതാണ്. പെട്ടെന്ന് അങ്ങനെ കാണുമ്പോൾ നമ്മളതങ്ങ് അടിച്ചു പോവുക.
the major area of disagreement between Coleridge and Wordsworth in. അപ്പോൾ ഈ കോളറിഡ്ജും അതേപോലെ തന്നെ നമ്മുടെ വേർഡ്സ്വർത്തും തമ്മിലുള്ള ഒരു ഡിസഗ്രീമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്തിലാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ പോയറ്റിക് ഡിക്ഷനാണ്. ദ മേജർ ഏരിയ ഓഫ് ഡിസഗ്രീമെൻറ്റ് ബിറ്റ്വീൻ കോളറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത് ഇൻ പോയറ്റിക് ഡിക്ഷൻ. ആലോചിക്കുക, ദ മേജർ ഏരിയ ഓഫ് ഡിസഗ്രീമെൻറ്റ് ബിറ്റ്വീൻ കോളറിഡ്ജ് ആൻഡ് വേർഡ്സ്വർത്ത് ഇൻ പോയറ്റിക് ഡിക്ഷൻ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതാണ്ട് 21ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ടൈപ്പിംഗ് എററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ സാധ്യത നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു കാര്യം ഒന്നുകൂടി എടുത്ത് പറയാൻ പോവുകയാണ്. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വേറൊരു ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യണം. അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി അപ്പോൾ കിട്ടുന്നതായിരിക്കും. എന്താണെങ്കിലും ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നോക്കി മനസ്സിലാക്കി അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പോർഷൻസ് എന്നൊക്കെ വരുമ്പോൾ എന്താണെങ്കിലും